ദൈവത്തിന് മഹത്വം. എല്ലാ ആത്മമിത്രം ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഒരു ദിനം കൂടി കർത്താവ് നമുക്ക് നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും സന്തോഷവുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തിരുവചന ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ് ഈ വാക്യത്തിൽ നാം വായിക്കുന്നത്. ലോകരക്ഷകനായി ദൈവം അവതരിക്കുമെന്ന് പഴയ നിയമത്തിൽ വിവിധ വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം മനുഷ്യനായി ഈ ഭൂതലത്തിലേക്ക് വരികയാണ് ചെയ്തത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം അത് പ്രഖ്യാപിച്ചത് സ്വർഗം തന്നെയാണ്. ബേത്ലഹേമിൽ ഒത്തിരി ജനനം ആ രാത്രിയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ
യാഗമായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം പ്രായശ്ചിത്ത മരണമാണ്. മനുഷ്യർക്ക് പകരമായിട്ടുള്ള മരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നും സ്വർഗം പ്രഖ്യാപിച്ച കാര്യം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം, കുരിശിലെ യാഗം, സകല മനുഷ്യരുടെയും പാപത്തിൽ നിന്നും അവരെ ഉദ്ധരിപ്പാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ യാഗത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപത്തിൽ നിന്നും പരിഹാരം ലഭിക്കും. പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിച്ചുകൊണ്ട് ദൈവമകനായി തീരുവാൻ സാധിക്കും. അതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യ അവതാരത്തിൽ നിന്നും മനുഷ്യനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം. ഇന്നും കർത്താവായ യേശുക്രിസ്തു അനേകരെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം നൽകിക്കൊണ്ട് ലോകം എമ്പാടും അനേകർ ദൈവഭാഗത്തേക്ക് വരികയും ദൈവ കുഞ്ഞുങ്ങളായി തീർന്നുകൊണ്ട് ശാന്തിയും സമാധാനവും പ്രാപിച്ച് നിത്യസന്തോഷത്തോടെ ജീവിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി. എൻ്റെ പ്രിയ ശ്രോതാവേ, ഇപ്പോൾ അതിനുള്ള അവസരമുണ്ട്. പാപത്തിൽ നിന്ന് മോചനം കർത്താവിലൂടെ നമുക്ക് പ്രാപിപ്പാൻ കഴിയും. സകല മനുഷ്യർക്കും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം. ഈ മഹാസന്തോഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. കർത്താവ് എത്രയും വേഗം മടങ്ങി വരും. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർത്തുകൊണ്ട് തൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയിട്ട് നിത്യമായ കർത്താവിനോട് കൂടെ വാഴുവാൻ അവസരം നൽകിക്കൊണ്ട് നിത്യമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്തുകൊണ്ട് കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവിൽ വിശ്വസിച്ച് പാപങ്ങൾക്ക് മോചനം പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ കൂടുതൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും എളിയ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.